ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ പൊതിച്ചോറിൻ്റെ അല്ല, പൊതിച്ചോറ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നലെ സൈറ്റിലിരുന്ന് കഴിച്ചൊരു വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ 3 പേരാണ്, 3 പേരും പൊതിച്ചോറാണ് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത്. ഈ പൊതിച്ചോറ് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈം. ഇതുപോലെ 5ഉം 6ഉം 7ഉം പേര് വട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒരു കാലം. ഓരോ പൊതിച്ചോറ് തുറക്കുമ്പോഴും നമ്മൾ നോക്കും അവൻ്റെ ഇലയിൽ എന്താണ്, മീനാണോ, മുട്ടയാണോ, തോരനാണോ, ചമ്മന്തിയാണോ, അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരി എല്ലാവർക്കും വീതിച്ച് കൊടുത്ത്, ഒരു മുട്ടയാണെങ്കിലും പൊരിച്ചതാണെങ്കിലും എല്ലാവർക്കും ചിരിച്ച കൊടുത്ത്, ഒരു മീനാണെങ്കിലും എല്ലാവർക്കും ചിരിച്ച കൊടുത്ത് കഴിക്കുന്നൊരു കാലം. 2-3 ഇല ഒരുമിച്ച് വെച്ച് അതിൽ എല്ലാവരും ചോറും കറികളും ഇട്ട് മൊത്തം കൂടെ ഇളക്കി കഴിക്കുന്നൊരു കാലം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണത്. എന്താ ടേസ്റ്റും മണവും രുചിയും, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം, ഫീലിങ്ങും. ഇനി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നി സ്കൂളിൽ ചോറ് കൊടുക്കും, വീട്ടിൽ നിന്ന് അവർ പ്ലേറ്റ് കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുകയാണെങ്കിൽ പാത്രത്തിൽ. ഇലയിലൊന്നും ഇപ്പം ആരും മെനക്കെടില്ല. ഈ ഒരു കാലം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പണ്ടത്തെ ഈ പൊതിച്ചോറ് ഇങ്ങനെ കൂട്ടത്തോടിരുന്ന് കൈയിട്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അവൻ്റെ കണ്ടാണ്ട് ഇതുപോലെ എല്ലാവർക്കും വീതിച്ച് കൊടുത്ത് കറികളെടുത്തും ചമ്മന്തി എടുത്തും അച്ചാറുകളെടുത്തും മാങ്ങയായാലും നാരങ്ങയായാലും എടുത്ത് കഴിക്കുന്നൊരു കാര്യം ജീവിതത്തിൽ ഇനി തിരിച്ചു കിട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ പൊതിച്ചോറിൻ്റെ വീഡിയോ സ്ഥിരം ഇടുന്നതാണ്. ഓരോരുത്തരും ഇതുപോലെ കമൻറ്റ് ചെയ്യും. നമ്മുടെ സ്കൂൾ ടൈമും കോളേജ് ടൈമും എൻ്റെ ഓരോ അനുഭവവും അതെല്ലാം അവർ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇട്ടതാണ്. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്നേരം നമ്മൾ നാളെ പൊതിച്ചോറിൻ്റെ വീഡിയോ വരുന്നതാണ്. നമ്മളൊന്ന് സപ്പോർട്ടും ചെയ്യണം. നാളെ കാണുന്നവരെ ഓക്കെ, ബൈ.